രാസലഹരിക്കെതിരെ ബഹുമാനായ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന യാത്രയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. വാക്ക് എഗനിസ്റ്റ് ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് 19-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 6:15 പ്രഭാത് ടാക്കീസിനടുത്തുള്ള വിളക്കന്തറ മൈതാനിയിൽ നിന്നും ആരംഭിച്ച് കണ്ണൂർ കാൾടെക്സിന് സമീപമുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ യാത്ര സമാപിക്കുന്നതാണ്. നമുക്കറിയാം, ഈ ഒരു യാത്ര കേരളത്തിലെ 8 ജില്ലകളിൽ ഇത് കഴിഞ്ഞു. ആ ജില്ലകളിലൊക്കെ തന്നെ വലിയ ഒരു സന്ദേശമാണ് നൽകുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇന്ന് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരം രംഗങ്ങളിൽ നിരവധി യാത്രകളും അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള മുന്നേറ്റവും നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് ഇത്തരത്തിലുള്ള ഒരു യാത്രയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, പണ്ടുകാലത്ത് മഹാരാഷ്ട്രയിലും ഗോവയിലുമൊക്കെ ഉണ്ടായിരുന്ന അത്തരം ഒരു രീതിയിലേക്ക് നമ്മുടെ ഈ കൊച്ചു കേരളവും കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാം ഭയാനപ്പെടുത്തുന്നത്, ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം. അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മുടെ നാടിനെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ യുവതലമുറയെ ആ ലഹരി മുക്തമാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു ദൗത്യമാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ജി ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാക്ക് എഗനിസ്റ്റ് ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ യാത്ര. ഈ യാത്ര ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും, നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല സാംസ്കാരിക സംഘടനകളെയും, കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന മറ്റ് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളെല്ലാം നമ്മൾ സമീപിക്കുകയുണ്ടായി. അവരൊക്കെ തന്നെ വലിയ ഒരു സപ്പോർട്ടാണ് ഇത് യാത്രയ്ക്ക് വേണ്ടി സഹായിക്കാമെന്ന് ഏറ്റിരിക്കുന്നു. മറ്റ് ജില്ലകളിൽ നടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മറ്റ് ജില്ലകളിലൊക്കെ വലിയൊരു സന്ദേശം ഈ യാത്രയിലൂടെ നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഈ യാത്രയുമായി സഹായിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് വെൽക്കാനുള്ളത്. കണ്ണൂരിലെയും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലെയും പ്രമുഖരായ KPC പ്രസിഡന്റും അതുപോലെ തന്നെ മറ്റ് KPC പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ മുൻ KPC പ്രസിഡന്റുണ്ട്, അങ്ങനെ അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവരൊക്കെ തന്നെ ഈ യാത്രയുടെ ഭാഗമായി മാറും എന്നുള്ളത് കൂടി ഇവിടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് എല്ലാ തലത്തിലുള്ള സാമുദായിക സാമൂഹികമായ നേതാക്കന്മാരുൾപ്പെടെ എല്ലാവരും ഈ യാത്രയിൽ പങ്കുചേരും. കാരണം ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് മറ്റ് ജില്ലകളിലൊക്കെ തന്നെ അതിഗംഭീരമായി നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്.